രണ്ട് ടീമുകൾ ബ്രസീൽ, അർജന്റീന. ഇവർ മാത്രമാണ് എക്കാലവും ആരാധകരെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ടീമുകളാണ് പണ്ട് കാലത്ത് സൂപ്പർ ഹീറോസ്. പക്ഷേ അന്നൊന്നും സ്പെയിൻ എന്ന ടീമിന്റെ പേര് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഒരു ആരാധകൻ പോലും ഞാൻ സ്പെയിൻ ആരാധകനാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടില്ല. പക്ഷെ 2010 വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം സ്പെയിൻ ആരാധകർ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ ഓരോ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും സ്പെയിൻ്റെ റേഞ്ച് കൂടിക്കൊണ്ടിരുന്നു. സ്പെയിൻ്റെ മികവ് എന്താണെന്ന് വെച്ചാൽ, ഈ വമ്പൻ ടീമുകളൊക്കെ ചെയ്യാത്ത കാര്യമാണ് സ്പെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. യുവതലമുറയെ വാർത്തെടുക്കുകയായിരുന്നു സ്പെയിൻ. ഫുട്ബോളിൻ്റെ പുത്തൻ ആശയങ്ങൾ, പുത്തൻ പാഠങ്ങൾ അവർ പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. ഫുട്ബോളിന് വേണ്ടിയിട്ട് പുതിയ സ്കൂളുകൾ അവർ തുറന്നു കൊടുത്തു. അങ്ങനെ ഇപ്പോൾ സ്പെയിൻ്റെ റേഞ്ച് വേറെയാണ്. ഇന്ന് സ്പെയിൻ നിരയെ കണ്ട ഏത് ടീമും ഒന്ന് ഭയപ്പെടും. അതുപോലുള്ള മുന്നോട്ട് പോക്കിൽ ഈ കരുത്തൻ പട, ചുവന്ന കാളക്കുറ്റൻ തല ഉയർത്തി നിൽക്കുന്നു. പണ്ട് നമ്മൾ ആഗ്രഹത്തോടുകൂടി കെട്ടിപ്പുണർന്ന് സ്നേഹിച്ച ഇനിയസ്റ്റയും സാവിയും നയിച്ച വഴിയിലൂടെ മുന്നോട്ട് പായാണ് റോഡ്രി മുതൽ നീളുന്ന യാമിൻ യമാൽ വരെ എത്തി നിൽക്കുന്ന സംഘം. ഇവരെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. ഈ സ്പെയിൻ്റെ നിരയിലെ ചെറുപ്പക്കാരെ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു 10 ടീമിന് വേണ്ടി ഉണ്ടാക്കാൻ പറ്റും, നല്ല ഫുൾ ടീമിന്. നിക്കോ വില്യംസ് ഒക്കെ വേറെ ലെവലാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്പെയിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് കമൻറ്റുകളായിട്ട് അറിയിക്കും.